അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മളെ വ്ളോഗിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം നമ്മൾ നെഷ്വക്കും അതേപോലെ ഇമ്മൂനും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നെഷ്വ ലൈസൻസൊക്കെ എടുത്ത് അതായത് കുറേ കാലമായി വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഓടിക്കാനൊക്കെ പഠിച്ച് ഇന്നാളെ ഞങ്ങൾ അതായത് ലൈസൻസ് എടുക്കാതെ കുറേ ആയിട്ട് ഓള് പോവുകയാണ്. എനിക്കൊന്നിന് വണ്ടി ഓടിക്കാൻ കുറേ മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ 4-5 കൊല്ലമായി ബോസ് പോലീസുകാരൊക്കെ കണ്ണുപിടിച്ചുകൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കണേ. അപ്പോൾ അങ്ങനെ ഞാൻ നിർബന്ധിച്ച് ഏതായാലും ലൈസൻസ് എടുത്ത്. അപ്പോൾ അന്ന് തന്നെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം നോക്കൊരു വണ്ടി വാങ്ങിക്കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ നെഷ്വക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞാനുള്ളത് തിരയിലാണ്. ഇപ്പോൾ തിരൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ്, അപ്പോൾ ആരും പണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കാണാൻ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നാൽ എല്ലാവരും വരി. അപ്പോൾ എല്ലാവരും വിളിച്ചിരിക്കണം, ഉപ്പാനെയും ഉമ്മാനെയും മൂത്താപ്പാനെയും മാമാനെയും എല്ലാവരും വിളിച്ചുകൊണ്ട് ഞാൻ വരാൻ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തിര ഏകദേശം മുമ്പ് നമ്മൾ ഹനാൻ്റെ വ്ളോഗിൽ കണ്ട സമയത്ത് ഇങ്ങനെയൊന്നും അല്ലേ ഈ കാരം ആകെ അലങ്കോലെ കടന്നൊരു തിരയിക്കാരങ്ങൾ കണ്ടിട്ടുണ്ടാകുക. ഇപ്പോൾ നമ്മൾ പുല്ലൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കിയാണ്ട് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഇനിയുണ്ട് കുറച്ചുകൂടി പണിയൊക്കെ അതിൻ്റെ വഴിയെ നടന്നോളും. അപ്പോൾ ഏകദേശം ഇങ്ങനെ ആക്കിയിട്ട് പോലെ ആരും കണ്ടിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു വരുത്തിക്കണേ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വണ്ടി രാവിലെ ഓളോട് പറയാതെ പോയിങ്ങാണ്ട് എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിക്കണേ. അപ്പോൾ ഓരിങ്ങോട്ട് വരുന്നുണ്ട് ഏതായാലും. അപ്പം ഇനി വണ്ടി ഇവിടെ വന്നിട്ട് കാണിച്ചു കൊടുക്കുക. ഒരു ക്ലൂവും കൊടുത്തില്ല, ഒരു സൂചനയും കൊടുത്തില്ല. അപ്പോൾ പിന്നെന്താ വെച്ചാൽ എനിക്ക് ഓർക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എന്താ വെച്ചാൽ ലൈസൻസ് കിട്ടിയിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചാണ്ട് ഇങ്ങനെ നിന്നേനി. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നേനി. ഇത് വാങ്ങിക്കൊടുക്കാൻ വൈകിയതാകൊണ്ടാണ്. ഇതൊക്കെ എന്താ സാധനം നോക്കട്ടെ കേട്ടോ. ഒരു മിൽക്ക് പാൻ ഉണ്ട്. ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ വണ്ടിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഉമ്മനോട് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇതൊന്നും ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഓണൊക്കെ ആകുമ്പോൾ വണ്ടിൻ്റെ കൂടെ ഈ സംഭവങ്ങളൊക്കെ തന്നിക്കണമല്ലേ. പിന്നെന്താണ് ഇതെന്താ സാധനം? കുക്കറല്ലല്ലോ ഇതിന് പറയാ. ഇതിനെന്താ പറയാ മുർഷിയെ? നോൺ സ്റ്റിക്ക് ബിരിയാണി പോട്ട് 10 ലിറ്റർ. അപ്പോൾ അങ്ങനെ ഒരു ബിരിയാണി പോട്ടും ഒരു മിൽക്ക് പാനുമാണ് ഇപ്പോൾ വണ്ടീൻ്റെ ഒപ്പം കിട്ടിയിരിക്കണത്. പിന്നെ കുക്കറൊക്കെ ഓപ്ഷൻ ഉണ്ടായി. ഞാൻ അത് മതി എന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് പോന്നിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഓലും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ സഹിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത നെഷ്വക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സമ്മാനം, ചെറിയ സമ്മാനം എന്ന് പറയുന്നില്ല, കുറച്ച് വലിയ സമ്മാനമാണ്. അപ്പോൾ അല്ലേ, ഒരു വണ്ടിയാണ്, അപ്പോൾ കുറച്ച് വലിയ സമ്മാനം എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെന്താ വെച്ചാൽ പാവമാണ്, എന്നോട് അങ്ങനെ ഓവറായിട്ടൊന്നും ആവശ്യപ്പെടുക കാര്യങ്ങളൊക്കെ ചെറിയ ഓൾ ആവശ്യമെങ്കിലും സാധനങ്ങളൊക്കെ ഞാൻ ആവശ്യപ്പെടുക എന്നല്ലാതെ വേറെ ആവശ്യങ്ങളൊന്നും പറയലില്ല. അപ്പോൾ ഞാൻ എൻ്റെ വക നല്ലൊരു സമ്മാനം തന്നെ വാങ്ങിക്കൊടുക്കണം. അപ്പോൾ ഏതായാലും ഇത് കൊടുക്കുമ്പോൾ ഉള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എത്താനായിക്കണ്. അപ്പോൾ ബാക്കി ഞാൻ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗായ്സ്, വണ്ടി നമ്മളിവിടെ വെച്ചിരിക്കണം കേട്ടോ. ബാക്കിൽ നൈസായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കണം. അപ്പോൾ ആക്സസ് ആട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. പുതിയ ആക്സസിന് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ തന്നെ സെലക്ട് ആക്കി. ഇത് ഓക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇഷ്ടപ്പെടും. ഓക്ക് ഇഷ്ടപ്പെട്ട കളറാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എന്താവും അറിയില്ല. അതായത് വൈറ്റ് എല്ലാവരും ഒരു ഓഫ് വൈറ്റ് ആണ്. അപ്പോൾ 2 പൂവൊക്കെ അങ്ങനെ അതിമേ ഘടിപ്പിച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതിലൊന്നൊരു കുറവ് വരുത്തണ്ടായി വിചാരിച്ച്. അതായത് വണ്ടിൻ്റെ ഡെലിവറിക്ക് പോലെ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം നമ്മൾ പറയാതെ കൊടുക്കുകയല്ലേ. അപ്പം അങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ല. പിന്നെ അതിൻ്റെ കൂടെ ഹെൽമെറ്റ് ഉണ്ട്. ഇതതിൻ്റെ വീതിയാണ്. ഇത് ഓനക്ക് ഇതിലിട്ടെന്നാണ്. ഇനി മറ്റേ പൊന്തിച്ചാണ്ടൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുത്തു തന്നെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, മഴയാണ്. അപ്പോൾ വണ്ടി ഏതായാലും ഇവിടെ വന്നോട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ. ഗോന്നൊക്കെ കാട്ടി 5:30 സമയം. ഇപ്പോൾ ഡിജിറ്റലായതുകൊണ്ട് നമുക്ക് സമയമൊക്കെ അയത്താനും അറിയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ജോലി വരച്ചല്ലേ. വണ്ടി നമ്മളപ്പോൾ ബാക്കിൽ വെച്ചിട്ടെ. നമ്മളെ തിരൻ്റെ ബാക്കിൽ തന്നെ പോയ കേട്ടോ. തൊട്ട് ബാക്കിൽ തന്നെയാണ് ഈ കാണുന്നത്. ഇനി ഇവിടെയൊക്കെ സെറ്റ് ആവാണ്ടല്ലേ മുറിച്ചേ. ഇവിടെ കുറച്ച് സംഭവങ്ങളും ഇവിടെയൊക്കെ വരും. വെയിറ്റ്, മെല്ലെ എല്ലാം വരും. ഇവിടെ മഴ ഉള്ളിൽ കയറിക്കോളെ. കയറി എല്ലാവരും കയറി.
അത് കുഴപ്പമില്ല, അത് നമ്മൾ തോത്തു അവിടെ. ഇവിടെ വെച്ചാൽ മതി, അവിടെ വെച്ചാൽ മതി. ആ അത് കുഴപ്പമില്ല. കയറുകോളൂ കയറുമോ. ചളിയാവും. അതെന്താ ചവിട്ടി ഇന്നിട്ടുള്ളൂ. ആ ഇപ്പൊ കയറി. ആ അലേക്കാൻ മൊബൈൽ എടുത്തില്ലല്ലോ. കയറിയിരിക്കും. സാറല്ലേ എങ്ങനെയുണ്ട് ഉമ്മ? മാമ ഈ റൂമിൽ നിന്നൊക്കെ അങ്ങോട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട്? ഇവിടെ ചില്ലുണ്ട്, വണ്ടി അവിടെ പോകണം. എടി ഉള്ളില് എന്താ ഇവിടെ ഇത് വിരിച്ചാണ്ട്, ബെഡ്ഷീറ്റ് വിരിച്ചാണ്ട്. ഇവിടുന്ന് എങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കിട്ട് സാറല്ലേ? ഫസ്റ്റ് ഗസ്റ്റ് ആരാ? ഞാനാ. സെറ്റ് ഫുള്ള് മൊത്തം പുല്ലിട്ട് ചുറ്റിന്. ആ അടുക്കളയ്ക്ക് പാത്രം വാങ്ങി. ഇത് എന്തിനുപയോഗിക്കണം അതൊക്കെ? നമ്മളൊരു ഐഡിയ കണ്ട് വാങ്ങി. ഇത് നമുക്ക് വീട്ടിലൊക്കെ ഉപകാരപ്പെടുന്ന സാധനം. ഇത് എന്തിനാ ഉപയോഗിക്കുക? ഇങ്ങനത്തെ നിങ്ങൾ ഇന്നാളെ വേണം പറഞ്ഞിന്. വാങ്ങിക്കണോ? ഇത് 3 ലിറ്ററോ എത്ര തോന്നുന്നുണ്ട്? 10 ലിറ്റർ നോൺ സ്റ്റിക്ക് ബിരിയാണി പോയിട്ട് 10 ലിറ്റർ. ആ അത് ഇവിടെ അടുക്കളയിൽ വെക്കാന്. ഇത് പാല് ചൂടാക്കണേ? ചായ ആ അടപ്പൊക്കെ ഇതിലുണ്ടാവും. തുറന്നു നോക്കണോ? തുറന്നു നോക്കി എങ്ങനെ ഉണ്ട് നോക്കി. അപ്പം എന്തായാലും ഞമ്മക്ക് ഇതിനെ പറ്റിയില്ലേ മുറിച്ചേ, ഞങ്ങൾക്ക് ഇതിനെ പറ്റി അറിയില്ല. മാമ എങ്ങനെയുണ്ട്? സാറായോ? നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ അളിയാക്കാ ഇതൊന്ന് വാങ്ങിയേ. അങ്ങനെ ആ ഗ്രില്ലുണ്ട്, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഗ്രില്ല് ഇപ്പോൾ കൊണ്ടുവരും. ആ ചൂണ്ടലിട്ട് അവിടെ ഒരാള് നേരെ ബാക്കിൽ തന്നെ ഉണ്ടോ? അവിടെ ചൂണ്ടലിടുന്നുണ്ടോ? ബിരിയാണി പോട്ടൊക്കെ വെച്ചുണ്ടാക്കിക്കോളും. അല്ല അപ്പം ഇതതിൻ്റെ വാറണ്ടി കാർഡ് ഒന്നുമില്ല. ഇത് എടുത്തേക്കല്ലേ? എങ്ങനെയുണ്ട്? എങ്ങനെ? അത് 10 ലിറ്റർ പോകും തോന്നുന്നുണ്ടായില്ല. ഇവിടെ ഈ സാധനേ ഇത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയാണ്. ആ ഇത് ഇവിടേക്ക് വാങ്ങിയല്ല, അതുകൂടി സാറായില്ലേ? അപ്പൊ ഒരു പ്രശ്നമല്ല, കുറ്റൊന്നുമില്ല. ഇനിയിപ്പോ മറ്റേ അടപ്പില്ലെന്നൊക്കെ പറഞ്ഞു ചോളെ. ജോളെ നേരത്തെ അടപ്പില്ലെന്നൊക്കെ പറഞ്ഞിനി. അയച്ചക്കുട്ടി ഇത് ഉമ്മമാക്ക് വാങ്ങിയതാണ് കാശിക്ക, കുട്ടിക്ക് പാലുണ്ടാക്കാൻ. സർപ്രൈസ്. കുറച്ച് ഇരിക്ക്, ഞാൻ എടുക്കാം. കുറച്ച് നേരം ഇരിക്ക്. ഇവിടുന്ന് എടുക്കാം. ആ
ജ്യൂസും ചായയും ഒന്നും വരാനിപ്പോ ഇവിടെ ആരുമില്ല. ഇമ്മേ ജ്യൂസൊക്കെ വരട്ടത് അങ്ങനെ കൊണ്ടുവന്ന് തരാൻ ആരുമില്ല ഇവിടെ. എന്താ പറയാ മഴ ഇല്ലാത്തപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. എവിടെ ഇത് ഇവിടുത്തെ ചാവിയുടെ ഡോർമല ഇത് മാമാനെ പിടിച്ചിട്ടടാ ഇറങ്ങുമ്പോ. മാമാനെ എടുക്കണം. അല്ലെ നമുക്കൊരു റീൽ ചെയ്യല്ലേ, താത്തങ്ങനെ വരും ഒറ്റ കൈകൊണ്ട് ഇങ്ങനെ കുത്തണം. അതൊക്കെ ജിമ്മിനൊക്കെ നിങ്ങൾ ഇറങ്ങി കയറുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ. ചെറുതിങ്ങോട്ട് കൊണ്ടുവരും. മാമ ഇവിടെ വായിക്കണോ? എന്താണ് 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 ഇതാരോ അറിയുമ്പോ ഇവിടെ കൊണ്ടെന്ന് വെച്ച് ഞമ്മളറിയാതൊരു വണ്ടി ഇതിൻ്റെ ഉള്ളില് പുതിയ വണ്ടി ഇവിടെ ആണോ? മുതമാർദ്ദോ എങ്ങനെയുണ്ട്? ഓള വണ്ടിയാണേ, ഓളെ പുതിയ വണ്ടിയാണേ. ഇപ്പൊ അങ്ങോട്ട് വാ, വണ്ടി പകരല്ലേ. അപ്പൊ നമ്പറുകളല്ലേ കൊറേ മാറ്റങ്ങളുണ്ട് ഇപ്പൊ വണ്ടിക്ക് പുതിയന്. ഞാൻ കാണിച്ചു തരാം. അല്ല സീറ്റ് ആ ലെങ്ത് തന്നെ വരുന്നത്. ആ ഫ്രണ്ടൊക്കെ മാറ്റമുണ്ട്. അതായത് മാറ്റങ്ങൾ എന്തൊക്കെയാ പറഞ്ഞുതരാം. ഒന്ന് ഈ സാധനം അല്ലേക്ക ഇത് മാറ്റമുണ്ട്. പിന്നെ ഈ സാധനം രണ്ട് ഭാഗത്തും വന്ന് ഈ അറുണ്ടല്ലോ അത് നമ്മളിന് ഒന്നുള്ളതിന് അപ്പൊ രണ്ട് ഭാഗത്തും. പിന്നെ ഇതാ ഈ 4 ഇൻഡിക്കേറ്റർ വന്ന് അതിനൊന്നും ആവശ്യമില്ല ശരിക്ക്. എങ്ങനെയുണ്ട് വണ്ടി? ഇഷ്ടപ്പെട്ടോ? കളർ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും കരുതിയാണ്ട് എടുത്താണ്. പെട്ടിക്കണോ? ഇല്ല ആകെ പുതിയാണ് ആകെ പുതിയ 4 ഇൻഡിക്കേറ്റർ. പിന്നെ ഈ പാസ് ലൈറ്റ് വന്ന് ആദ്യത്തെ ആക്സസിന് ഈ പാസ് ലൈറ്റ് ഇല്ല. പാസ് ലൈറ്റ് പിന്നെ ഈ മാറ്റ് ഞാൻ കറുപ്പ് ഒഴിവാക്കിയാണ്ട് ഇങ്ങനത്തെ ആക്കിയ കേട്ടോ. അതായത് പാസ് ലൈറ്റ് മറ്റേ ഡിമും ബ്രൈറ്റും മാത്രം. അത് ഈ മാറ്റ് ഇപ്പൊ പുതിയ ഇട്ടാണ്. അല്ല കമ്പനി മാറ്റാ. ഇപ്പൊ പുതിയ അങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ പുതിയ വന്നാണ്. അത് വണ്ടി ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിട്ട് ഇറക്കത്തിലൊക്കെ ഹാൻഡ് ബ്രേക്ക് മാറി കാറിന്റെ കാര്യം. പിന്നെ ഇവിടെ 2 റിഫ്ലക്ടർ ഇതൊക്കെ തന്നെ മാറ്റുള്ളൂ, വേറെ മാറ്റാം. പിന്നെ ഇത് മാറി പെട്രോൾ തുറക്കണത് ചാവി ഊരണ്ട. അപ്പൊ എങ്ങനെ കാണിച്ചു നോക്കട്ടെ. എന്താ ഡിക്ക് ഉറക്കാൻ ഇങ്ങോട്ട് ബാക്ക് തന്നെ സാധാ പോലെ ബാക്ക് തിരിച്ചാ ഡിക്ക്. ഹെൽമെറ്റ് ഇതാക്കണേ ഫ്രീ ആയിട്ട്. ഈ ഹെൽമെറ്റ് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇന്നലെ ആളെ വിളിച്ച് കവറുണ്ട്. ഇത് ഇട്ട് മൂടാനൊരു കവറൊക്കെ ഉണ്ട്. ഇന്നലെ വിളിച്ച് ഞാൻ സ്കൂളിട്ട് വന്നപ്പോഴേ പിന്നെ ഇവിടെ ഒരു ഞാൻ എന്റെ ഹെൽമെറ്റിന്റെ ക്ലിപ്പ് ഒന്ന് കയറിയിരുന്ന വണ്ടിപ്പോ കയറി കണ്ട വണ്ടിപ്പോ കയറി ഇമ്മ. അതിൽ ഇന്നലെ ഹെൽമെറ്റിന് വിളിച്ചിട്ടോ. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കടയിൽ ഹെൽമെറ്റിന് ഓഫർ ഉണ്ട്, അപ്പൊ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. വണ്ടി കിട്ടണമെങ്കിൽ എന്തായാലും ഒരു മാസം കഴിയും. പിന്നെ അപ്പൊ ഹെൽമെറ്റിന് ഓഫർ ഉണ്ട്, അപ്പോൾ വാങ്ങി വെക്കാനാണെങ്കിൽ അങ്ങനത്തെ ഹെൽമെറ്റ് ഇഷ്ടം ചോദിച്ചാൽ അതിൽ പറഞ്ഞു ബസ്റിപ്പാൻ്റെ അടുത്തില്ല അങ്ങനത്തെ ഹെൽമെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നെ. അതിൽ പിന്നെ ഞാൻ ഇങ്ങനത്തെ ഹെൽമെറ്റ് തന്നെ സെലക്ട് ആക്കി. കയറി എൻ്റെ വണ്ടിപ്പോ കയറി നോക്കട്ടെ ഒന്നിരിക്ക്. വെള്ളം ഇന്നാലും ഇരിക്കും നൈമ തൊടെങ്കിലും ചെയ്യും. അതെ മൂത്താ പറഞ്ഞ ശരിയാട്ടോ. അതാണ് ഞങ്ങളെല്ലാരും വെറുതെ പൊട്ട. ഞാൻ ഇന്ന് രാവിലെ തുടങ്ങി നടത്താണ്. ഇന്ന് രാവിലെയാണ് മേലാറ്റൂർ പോയി കണ്ടത് കൊണ്ടുവരുന്നത്. ട്രെയിൻ കയറി പോയി ശിബിലിനെ കൊണ്ടാക്കാൻ പോയപ്പോ ഞാനും പോയി കണ്ടപ്പോ നമ്പർ വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരും. ഇപ്പൊ നാളെ ഞാൻ സർവൈക്കാൻ പോവല്ലേ, അപ്പം ഞാൻ ഉണ്ടാവില്ല പറഞ്ഞേ. ഓ നമ്പർ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യുള്ളൂ. ഞാൻ വണ്ടി പുറത്തേക്ക് ഇറക്കരുതോ. ഞാൻ നാളെ രാത്രി പോകും. അപ്പൊ എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഇന്ന് തന്നെ റിസ്ക് എടുത്ത്. ഇന്നലെ ലോഡ് വന്നിട്ടുള്ളൂ. ഓല് ഇടങ്ങാറായി ഇന്ന് ആക്കി തന്നാണ്. അല്ലെങ്കിൽ കിട്ടൂല. അല്ലെങ്കിൽ 4 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് വണ്ടി തരുള്ളൂ.
അപ്പൊ എങ്ങനെ പറഞ്ഞ പോലെ ആക്കി തന്ന. ആ അതെ, വൈറ്റും അല്ല, ഒരു ഓഫ് വൈറ്റ്. ആ സ്റ്റാർട്ടിങ് മാറിയല്ലോ. എന്താ പറഞ്ഞേ? ഓളമൊക്കെ ചെലവുണ്ട് എല്ലാവർക്കും. എല്ലാരും ഓളമൊക്കെ അതേമാതിരി സ്റ്റാർട്ടിങ്ങിന്റെ സൗണ്ട് മാറിട്ടോ. മറ്റേത് സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു സൗണ്ട് അല്ലേനോ, ഇത് സ്മൂത്ത് സൗണ്ടായി. ആ സ്റ്റാൻഡ് ഇട്ടിയല്ലേ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റാൻഡ് മറന്ന്, അത് ഇതിൻ്റെ മുമ്പത്തിനൊക്കെ അങ്ങനെ തന്നെ മറന്ന് സ്റ്റാൻഡ് ആണോ. ആ ചാട്ടോ ആ വലിയ സൗണ്ടൊക്കെ പോയി, നല്ല സ്മൂത്ത് സൗണ്ടായി. ചെലവ് കൂടി വില 1.25, ലാസ്റ്റ് റേറ്റ് 1.25. അതിന്റെ കൂടെ ഉമ്മ വണ്ടി നോക്കി, കുക്കർ വാങ്ങിയപ്പോ വണ്ടി ഫ്രീ ഇട്ടിയല്ല, വണ്ടി വാങ്ങിയപ്പോ കുക്കർ ഫ്രീ ഇട്ടിയാണ്. ആ വണ്ടിന്റെ പല കുക്കർ വാങ്ങിയപ്പോ വണ്ടി ഫ്രീ ഇട്ടിയാലും മുക്കണത്, വണ്ടി നമുക്ക് വൈകിട്ട് കഴിയുന്നില്ല. ആ ഇത് പെട്രോള് ഇപ്പൊ തുറക്കാൻ എങ്ങനെ കാണിച്ചു നിന്നല്ലോ അടച്ചനെ. ആ പുഷ് ചെയ്തിട്ട് അങ്ങോട്ട് തിരിച്ചു കണ്ടോ, അപ്പൊ തുറക്കും. പെട്രോൾ ഇപ്പൊ എങ്ങനെ ആക്കി. ആ സീറ്റ് ഒന്നും ചെയ്യണ്ടല്ല, അല്ലാതെ തന്നെ വണ്ടി ചാവി വരേണ്ട ആവശ്യം. പെട്രോൾ പമ്പ് അന്ന് തന്നെ നിങ്ങൾക്ക് ഓർമ്മല്ലേ, ഞാൻ കുടിക്കരുത് കര തുറക്കുക. സുഹൃത്തുക്കളെ മറ്റേ എക്സസിന്റെ വണ്ടി വാങ്ങിക്കൊടുത്ത് ഇനി ഇതിന്റെ ടെക്നിക്കൽ പരമായുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്താ എണ്ണ ഞാൻ ഫുള്ളാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതാ നല്ലത്. എന്നിട്ട് പിന്നെ അത് തുറക്കുക. അപ്പൊ സിമ്പിൾ അല്ലേ മറ്റേനും കാട്ടിലും. മറ്റേ ചാവി ഇതെന്താ വെച്ചാലേ വണ്ടി ചാവി സാധാ പോലെ ഇടുക, എന്നിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് മുന്നിക്കട് തിരിച്ചാല് ഇതോടെ തുറക്കും. അതേമാതിരി ഒന്നും ചെയ്യാതെ നേരെ ഒന്നും കൂടി കൺവീനിയന്റ് നോക്കിയാ വെറുതെ ലെഫ്റ്റിക്ക് തിരിച്ചാല് ഡിക്കും തുറക്കും. അങ്ങനെയാണ് വരിക. എങ്ങനെയുണ്ട്? നല്ല രസം. ആ ഇതിന്റെ മേലെ മോഡൽ പറഞ്ഞാല് വേറൊരു മാറ്റമല്ല, സ്ക്രീനിന് മാത്രം മാറ്റം, വേറൊരു മാറ്റമല്ല. സ്ക്രീനിന്റെ ഉള്ളിൽ വേറെ എന്തോ, അതായത് രാത്രി ആകുമ്പോൾ അതിന്റെ ലൈറ്റ് കുറയും, അത്രേ ഉള്ളൂ, വേറെ മാറ്റൊന്നുമില്ല. കണ്ടേ സൽമത്താപ്പാ, ഞമ്മക്ക് കിട്ടണം അല്ലേ? ഇങ്ങോട്ടോ എന്നോട് ഹോട്ടൽ കയറാം നേരെ മുസല്ലിക്ക്. ഓളെ അക്കൗണ്ട് പൈസ ഉണ്ട്, ഓളെ കൊണ്ട് തന്നെ പഠിപ്പിച്ചോളി. എനിക്കെന്തായാലും കിട്ടണില്ല, അങ്ങനെയൊക്കെ കിട്ടട്ടെ. പഠിക്കണം കുറെ, കാരണം ഒരു മാസം വരെ പഠിച്ചാലേ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തേലൊക്കെ കിട്ടുള്ളൂ. എന്നോട് ഇന്നലെ പിന്നാന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോ വണ്ടി ഇടിക്കലൊന്നും ഇപ്പടുത്ത് നടക്കലുണ്ടാവില്ല, അതിന്റെ സ്റ്റോക്ക് ഒക്കെ കൊറേ കഴിഞ്ഞിട്ട് എല്ലാം പറയുന്ന ഒരാൾ താത്ത മാത്രമായിരുന്നു. അളയാക്കന്ന് എനിക്ക് മാറ്റി വരേന്. അല്ല താത്ത ഇജമോളോട് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിനി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അപ്പൊ എന്തായാലും പോണമെന്നില്ല ഞാൻ പറഞ്ഞു. ആ ഓള് കണ്ടറിഞ്ഞു മാറ്റി ഇതറിഞ്ഞോണ്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പൊ വണ്ടിന്റെ കളർ ഡ്രസ്സൊക്കെ ഇട്ട് വരൂലേ, അപ്പൊ പറയണ്ടേ ഇൻഡയറക്റ്റ് ആയിട്ട് താത്ത കൊറേ പറഞ്ഞു. കുഴപ്പമില്ല, എന്നിട്ടും വേണ്ട പറഞ്ഞു നേരെ. ഏതായാലും ഇതാണ് വണ്ടി കേട്ടോ. ഇഞ്ഞേ എന്റെ ഉമ്മാനോട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഉമ്മാനോട് പറഞ്ഞിനോ, ഇമ്മാക്കൊക്കെ ഇന്നലെ തന്നെ ഫോട്ടോ അയച്ചു കൊടുത്തിനി. ഇമ്മ പറഞ്ഞോ ഓട് സൂക്ഷിച്ച് നോക്കി കൊണ്ടടക്കാൻ പറഞ്ഞു വേണ്ടി. ഞാൻ പറഞ്ഞു നിങ്ങളെന്നെ വിളിച്ച് പറഞ്ഞു കൊടുത്തോളി പറഞ്ഞു. ഇതെന്താരോ ചളി ഉണ്ടേ ഇജ് പെര അടിച്ചു വരക്കണ ഇത് മറക്കരുതോ. കൈകളൊക്കെ ഞാൻ കൈകി തരണം കേട്ടോ ദയവായിട്ട്. പിന്നെന്താ വെച്ചാൽ വണ്ടി എന്റെ പേര് തന്നെയാണ് ആക്കിയിരിക്കണത്, എന്റെ പേരിലാക്കിയില്ല. അതെന്താ വെച്ചാൽ എല്ലാ വണ്ടി എന്റെ പേര് തന്നെ. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ നടന്നാൽ മതിയല്ലോ, നിങ്ങളാരും നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. മറ്റേ ജയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ നിങ്ങൾക്ക് നടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാറ്റി തരാം. ലേഡീസ് ആവുമ്പോ കുറച്ച് ഒരു കൺസിഡർ കിട്ടൂല. ഓഫർ ഇമ്മുന് കുക്കർ അല്ല, കുക്കറല്ല 2025 ബിരിയാണി പോട്ടെ, ഇനി ഫുൾ ബിരിയാണി. അടുത്ത മാസം പിന്നെ 25 കോടി ബബ്ബർ ഉണ്ടാവും കൂടി കിട്ടും. ഓക്കെ അനക്ക് നല്ല ഭാഗ്യമുണ്ട്. അതെ ഇജ് ഇത് ഇജ് കൊണ്ടുവരല്ലേ കണ്ട്
ഞങ്ങള് കറു പോയി പിന്നെ എന്തിനാ സ്കൂട്ടി അതന്നെ അപ്പൊ തന്നെ ഓട്ടല്ലേ ഇത് സപ്പോർട്ട് നല്ല കളറല്ലേ കളർ ഇഷ്ടപ്പെട്ടില്ല പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഞാൻ പോരും നിങ്ങൾ രണ്ടാമത്തെ പോരി വേണോ എന്നെ മഴ വിളിച്ചോ അല്ല കുറച്ച് ഭാഗമുള്ളൂ മറ്റേ ഓഫ് വൈറ്റ് അതുകൊണ്ട് അല്ലേ ബാക്കി സീറ്റും ഇതുണ്ട് ഒരു നീലുണ്ട് പിന്നെ വേറെ കളർ ഉണ്ടല്ലോ ഒരു പിസ്ത പച്ച പിസ്ത പച്ച ഇതൊക്കെ. കമ്പികൾ ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ അല്ല മുർസിയ ഈ എന്താ വിറ്റോട്ടെ ഓനങ്ങനൊക്കെ പറഞ്ഞാലും ഓൻ നല്ല gift തന്നിട്ടുണ്ട്. അത് മാത്രം കട്ട് ചെയ്ത് ഞാൻ മിലുവിന് അയച്ചു കൊടുക്കും നിലുവിന്റെ ഫോണും നമ്പറും ഞാൻ അല്ലല്ല ഓ ഇൻഡയറക്റ്റ് ആയിട്ട് കുറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിസ്ത പച്ച കളർ തന്നെയല്ലേ ബ്ലൂ ഇതും പിന്നെ ഓഫ് വൈറ്റ് കളർ ഇതല്ലേ ഇപ്പൊ ഇത് ആ ഓഫ് ആയിട്ട് എന്നാ വെള്ളം എല്ലാനും അങ്ങനെ ഇതോടെ മാറി നിൽക്കുമ്പോ വരെ വെക്കും എടീ കച്ചുവാരക്ക് വണ്ടി കിട്ടി ഇനിയിപ്പോ ഇതിന്റെ അടുത്ത് കൂടെ പോകാൻ പറ്റൂല അല്ലേ എന്റെ വണ്ടി ഇതിനെ മയത്തിട്ടിക്കണത് ഉള്ളിൽ കയറ്റിട്ടാ പോയത് ഏത് കുറിച്ചേ ആ സ്റ്റിക്കറാ പറിച്ച മുർഷി സാർ ഇത് പറിച്ചാട്ടോ സ്റ്റിക്കർ പറിച്ചോട്ടെ മാണ്ടാണ്ട് നിക്കാൻ പൊട്ടത്തിൽ ഇത് കണ്ണുകളുണ്ടേ പറിച്ചോണ്ട് പണ്ടൊക്കെ പുതിയ സൈക്കിളൊക്കെ നമ്മളില്ലേ അതിന്റെ മുത്തൊക്കെ ഇട്ട് ഞാനൊക്കെ ഔത്തയച്ചിരുന്നത് ഇല്ലേ അമ്മ പുതിയ സൈക്കിൾ വാങ്ങുമ്പോ ഞാനൊക്കെ ഉള്ളിൽ കയറ്റല്ലേ ചീന് അതേപോലെ ഉണ്ടാവും രണ്ടു ദിവസം മയത്ത് വെച്ചേക്കല്ലേ ആദ്യത്തെ 2 ദിവസം ഉള്ളിലേക്ക് അല്ലേ പുറം ലോകം കണ്ട പിന്നെ ബാബക്കാക്ക് അത് ഫസ്റ്റില് സ്പ്ലെൻഡർ ഇട്ട് തന്നെ ആദ്യം ആ സ്പ്ലെൻഡർ എനിക്ക് ഓർമ്മയുണ്ട് ഒന്ന് ക്ലീൻ ആക്കും എന്നിട്ട് പിന്നെ ഒന്ന് വന്ന് രാത്രി കിടക്കും റിമ്മൊക്കെ തോത്തി തുടച്ച് പോയിട്ട് റിമ്മൊക്കെ ഒന്നുകൂടി തോക്കും നേരം ഉൾക്കൊള്ളാൻ വണ്ടി വെക്കാം എന്താണ് പനി ഉണ്ടായിച്ചുന് പുതിയ വണ്ടി പുതിയ ഒന്ന് സ്റ്റാർട്ട് ആയിക്കൊന്ന് ഒന്ന് കാണട്ടെ സ്റ്റാർട്ടാക്കാൻ അറിയോക്കട്ടെ കാട്ടി കൊടുക്ക് പോകണി മുന്നിൽ മാറി എല്ലാവരും ഹലോ ഗൈസ് എല്ലാവരും മുന്നിൽ മാറി മാമാ അല്ല മാമാറിന്റെ നേരെ പോയിക്ക് വലിയ വെയിറ്റും തോന്നുന്നില്ല സുഖം വെയിറ്റ് പറഞ്ഞത് 125 cc ഉണ്ടാവുക എല്ലാ സ്കൂട്ടിയൊക്കെ എടുത്തിട്ടുണ്ടാവും ചോദിച്ചിട്ടില്ല ഇതിന്റെ വണ്ടിയല്ല അങ്ങോട്ട് നീക്കി നിൽക്കിട്ട് ഇതിന്റെ വണ്ടി മയത്തിട്ടിക്കണേ വാങ്ങി കൊടുത്ത് നമ്മളെ പറഞ്ഞാൽ മതി പതിനൊക്കെ മയത്ത് നിന്നൊക്കെ മാറ്റി വെക്കണം ഉള്ളിൽ നിർത്തിയാ പോലെ സീറ്റ് കവർ ഈ കളർ വേണോ കറുപ്പാക്കണം ഇത് മതി ആ മഴയല്ല കണ്ടോളി കണ്ടോളി നമ്മുടെ ഷവർ ഇറക്കിയോ കുറിച്ച് ആ വരും വരും ഓപ്പൺ ഷവർ കാണിച്ചാൽ ഇങ്ങോട്ട് വരും ഉള്ള തന്നെ അതിന് നേരെ മുന്നിൽ കൂടെ പോയാൽ മതി ആ ഇവിടെ അല്ലേ ഉള്ളിൽ അല്ല ഇവിടെ കല്ലാണ് ആ കല്ലുമുക്കടെ തന്നെ പോന്നാ മതി This is my new vehicle. ഇത് ഓപ്പൺ ആക്കണ വീഡിയോ ഉണ്ടോ ഓ കുറിച്ചേ ഓപ്പൺ ഷവർ റിദൂസ പുതിയ വണ്ടി കിട്ടിയടാ ഇവിടെ എല്ലാവർക്കും വിളിച്ചാ വലിയവനെ വിളിച്ചോ ഉണ്ടോ അല്ല അപ്പൊ പണിക്കാരെ ചെയ്യാം അത് മാറ്റാം നീ കലാത്തേക്കോട് വലുതായി വണ്ടി കിട്ടണം ഇഷ്ടായപ്പാ അല്ല ഈ ഇതാളൊക്കെ ഇതൊക്കെ ഞാൻ നല്ലോ തിക്കാവും പറയാം അയ്യോ ഇനിയിപ്പോ എനിക്ക് താർപ്പായി ഇട്ട് തരും നിർത്താം അവർ 2-3 മാസമായാലേ എടീ കച്ചുവാ ഇനി പോണ വൈക്ക് ഷീറ്റ് വാങ്ങി പോട്ടെ എന്റെ വണ്ടി നിർത്താൻ ഇജ്ജ് ആദ്യം ചെലവ് കൊടുക്കാം എല്ലാവർക്കും ഏത് ഏതിന്റെ ആ എടുക്കാം ഞാൻ എടുത്തു തരാം ഇന്നത്തെ തന്നെ പോരി അവിടുന്ന് കൊടുന്ന വണ്ടിയിൽ നാളെ കൊടുന്ന അല്ല ഇത് പിന്നെ പൂവില്ല ചെയ്യുമ്പോൾ നേരെ മുന്നിക്ക് പോരി ആ ഇവിടെ എടുക്കണേ ഇവിടെ ചാലിയല്ലേ മുന്നത്തെ ബോർഡർ നിർക്കണോ മഞ്ഞളാണ് എന്നാ നിന്നാണ് എല്ലാരും ഇവിടെ ആ എന്നാ എല്ലാരും ഇവിടെ മൂത്താമാന്റെ ഋതു ഇല്ലെങ്കിൽ അവിടെ ഒരു പരിപാടി നടക്കും അത് ഞാൻ പറഞ്ഞു ഇതില്ലെങ്കിൽ ഒരു പരിപാടി നടക്കൂല എവിടെയാണെങ്കിലും താങ്ങും തണലോണ് ഈ ചെങ്ങായിനൊക്കെ എപ്പോഴും പെരേ കിട്ടുമോ അതായത് നമ്മളെ വീട്ടിലും അവിടെയൊക്കെ താങ്ങും തണലോടെ ഋതു ഇല്ലെങ്കിലേ ഓല് നാള് വന്നീ കാക്കിയും ഓലൊക്കെ നാള് വന്നീ മാമ അവിടെ ശ്രദ്ധിക്കട്ടോ അവിടെ ശ്രദ്ധിക്ക ആ ഋതു എടുക്കാൻ പോയിക്കണം മാമ ഇറങ്ങണ്ട അടക്കി ആ ലേറ്റ് ഇടല്ലേ കുറിച്ച്
മാമനെ കുടിച്ചു. നമ്മളെല്ലാരും കൂടിയാ ഞാൻ മാമാൻ്റെ അടുത്ത് ഇങ്ങൻ്റെ അപ്പുറത്ത് പുതിയ വണ്ടിയെ തൊട്ടല്ല ശരിയാക്കി ഭയത്ത് നിർത്തിക്കണേ ഇങ്ങനത്തെ വണ്ടി ഇപ്പൊ തിരിച്ചുകൊണ്ടേ കൊടുക്കണോ സ്ഥലക്കാതൊക്കെ വണ്ടി എടുക്കരുത് സമാധാനം അസർബൈജാൻ പോവരുത് വണ്ടിക്ക് ഒരു സമാധാനം ആയിക്കോട്ടെടി തിരിച്ചോളേ ക്ലിയർ ഉണ്ടോ പക്ഷേ ഇതുവരെ തോരാത്ത മഴ കറക്റ്റ് ഇങ്ങൾ വന്നപ്പോൾ ഏതായാലും മഴ ഒന്ന് അവിടെ മെറ്റിലൊക്കെ പെട്ടോ അതിലൊക്കെ പണി ഒന്ന് നടന്നു പോയി കൂടെ ആണോ അയ്യോ ചളിയായല്ലോ ഗൈസ് ഒരു മാമേരി വരി നമുക്ക് നാലാൾക്ക് നിൽക്കാം അപ്പൊ കുട്ടിയോ മഴ വിളിച്ചു മാമാനെ നിർത്തിക്കടി മാമ നാട്ടു ഇവിടെ നോക്കി ഹലോ ഗൈസ് ചിരിക്കൂ ചിരിക്കൂ എല്ലാവരും അപ്പൊ മാമ നമ്മളെ പരിപാടിയൊക്കെ ഉഷാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ പിന്നെ പിന്നെ സാറാകണല്ലേ നമ്മൾ പേര് മുറിച്ചിട്ട് വരാം പേരൊക്കെ മുറിച്ച് കപ്പിൾ ഗോൾസായി ഫോട്ടോ എടുക്കാണ് ഓക്കെ താത്ത എനിക്ക് ഇന്നലെ പറഞ്ഞോണ്ട് കണ്ടറിഞ്ഞ് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അളിയാക്ക പാവോ അളിയാക്ക പാവോ സാധാ വീട്ടിലിട്ട ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ഓളാണെങ്കിൽ മാറ്റി ഒരുങ്ങി ഫുൾ സെറ്റപ്പില് ഇതിലെ പോരി ഇന്ന് അതിൽ തന്നെ പോരി ഇതിൽ തന്നെ പോരി ഇവിടെ കണ്ടില്ലല്ലോ തെറ്റേക്ക് ചളിയായി കിട്ടിയോ നീ താത്ത പെരുന്നാൾക്ക് നേരെ ഇങ്ങോട്ട് വരിക ഫോട്ടോ എടുക്കാൻ കുറച്ച് വേണ്ടില്ലേ കൊളന്നല്ല നിങ്ങളെ ഉണ്ടല്ലോ അതിന് ശരിക്കും ഒരു പോണ്ടാക്കിയാ മതി കുറച്ച് കോഴി കറുപ്പിനൊക്കെ ഇട്ടാണ്ട് ഉണ്ടല്ലോ ഒരു അടിപൊളി കുളം ഉണ്ട് ഇത് അവിടെ റെഡിയാക്കാണ്ട് സ്വിമ്മിംഗ് പൂളൊന്നല്ല അവിടെ ഇതാണ് ഞാൻ വരുമ്പോ കുറച്ച് മീനിനെ കൊണ്ടുവന്നില്ല വണ്ടി മയത്തിട്ടിക്കല്ലേ കശക്കൊക്കെ വണ്ടി മയത്തിട്ട് എന്നാ പിന്നെ ഒരു കാര്യം പറയട്ടെ നാളെ ദുബായിക്ക് പോകുമ്പോ ആരും പോകാലോ എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു കിട്ടാൻ പോകുന്നുണ്ട് ഊഞ്ഞാല് ഇത് അവിടെ വരും ഇവിടെ ഒരു ഊഞ്ഞാല് വരും അവിടെ ഒരു റൗണ്ട് ടേബിൾ വരും അതിന്റെ ചുറ്റും കസേരൊക്കെ വരും അത് വരാണ്ട് അതേമാതിരി ഇനി ബാക്കിക്ക് ഒരു സാധനം വരാണ്ട് അത് ഇപ്പൊ പറയണില്ല കുറച്ച് കഴിഞ്ഞിട്ട് ആ മറ്റേ ഇതല്ലേ ബാൽക്കണി പോലുള്ള പറയണില്ല പിന്നെ പറയല അപ്പൊ സർപ്രൈസ് പൊളിക്കണ്ടേ ഇതുകൊണ്ടാണ് എനിക്കൊന്നും ഞാൻ ഒരു സൂചനയും തരാന്ന് ഓളോട് ഞാൻ ഒരു സൂചന കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പ പോയി ഉമ്മനോട് അറിയും ഉറപ്പാണ് അതേമാതിരി ഉമ്മനോട് പറഞ്ഞാല് അപ്പ പോയി ഓളോട് പറയും അല്ല ഓളോട് ഞാൻ പറഞ്ഞു ഓളോട് പിന്നെ രാവിലെ പറഞ്ഞു പറയല്ലോ കേട്ടോ ആ ഓള് പറയാത്തോണ്ടാണ് ഓളോട് പറഞ്ഞത് നിങ്ങളോട് രണ്ടാളോട് പറയാൻ പറ്റൂല മേലക്ക് ഇനി കയറണോ ഒന്നുമില്ല അവർക്ക് വൃത്തിയാക്കിട്ടു നന്നില്ല തന്നെ ആ പിന്നെ അവിടെ ഒന്ന് വൃത്തിയാക്കിട്ടെന്ന് മാത്രം നമ്മള് അത് ചാടും ഇല വെറുക്കുക അതൊക്കെ തന്നെ വെള്ളടിച്ചു കൊടുക്കേണ്ടി വരും ഇനി വല്ലതും പറ്റും ഇനി ഡ്രസ് ഇതൊന്ന് വിട്ടങ്ങട്ട് വണ്ടി
ഇജ്ജനെ പറഞ്ഞു മുഴുവൻ നോക്കടി മൂത്താപ്പ കച്ചറ സ്റ്റാൻഡിന് എന്തേ പറ്റുമല്ലോ. എന്നാ കേറി കേറിക്ക്. ഒന്ന് വിടേ, ഒന്ന് അങ്ങോട്ട് വിട്. ഞാൻ പിന്നോട്ട് ഒന്ന് നേരെ അങ്ങോട്ട് വിട്ടാ ആ തൊടുക്കൂടെ പോവാ. ഞാൻ പിന്നോട്ട് കൊണ്ടിരിക്കും. ഓട്ടണ്ടേ ഞാൻ വീട്ടിൽ എന്താ ആന്നേ ഓക്ക് താത്ത നമുക്ക് ഡബിൾ എച്ച് വേണം. ഡബിൾ എച്ച് ഡബിൾ എങ്ങട്ട് വേണ്ട ബാക്കിലിരിക്കാം. വേണ്ട ഇജ്ജ് വിട് ഇജ്ജ് വിട്. ഫോൺ വേണ്ട, എടുത്ത വണ്ടി എടുത്താ വേണ്ടട്ടോ. അല്ല ഇപ്പൊ തന്നെ എടുക്കാനായിക്കണില്ല. ഇതെന്താ അറിയോ, ഞാൻ കാല് താത്തുമ്പോ പർദ്ദ ഉള്ളിൽ ആ കുഴപ്പമില്ല, ജസ്റ്റ് ഇവിടെ വരെയല്ലോ സ്റ്റാൻഡ് ഇട്ട്. ഞാൻ ഒറ്റക്ക് പോയിക്കൊണ്ട് ഒറ്റക്ക് പോവോ? ഡ്രസ് ഒറ്റ പോയിക്കോളന്നൊക്കെ പറഞ്ഞ അവിടെ പോയി കൊട്ടി പറഞ്ഞ ഒറ്റ പോക്കല്ലേ അവിടെ നല്ല പോയിക്കോട്ടോ. എനിക്ക് പേടിയാവാ. മുറിച്ച മാറിക്കോ. ഹാപ്പി നല്ല പറയണ്ട്. നീ റിവ്യൂ എടുക്കട്ടെ സുഹൃത്തെ. ഈ ഒരു അവസരത്തിൽ എന്താണ് താങ്കൾക്ക് എന്നോട് പറയാനുള്ളത്? എനിക്ക് നല്ല സന്തോഷമായി. സന്തോഷമായി. പിന്നെ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട്. പിന്നെ താങ്ക് യു. ഇപ്പോൾ ഒരു എയർപോർട്ട് വരെ പോരാ എനിക്ക്. എന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞ് സീനാക്കി ആ വീട്ടിലൊക്കെ പോകുന്നു. പണ്ട് ഗൾഫൊക്കെ പോകില്ല. അപ്പൊ എന്താ സർപ്രൈസ് അല്ലേ? ഇനി സർപ്രൈസ് ഒന്നുമില്ല. അതിപ്പോ സ്ഥിരം പരിപാടിയൊക്കെ ഇനി സർപ്രൈസ് ഇല്ല. ഇത് നമ്മുടെ ആദ്യത്തെ അവസരത്തെ സർപ്രൈസ്. വീട്ടിലെ സാധനങ്ങളൊക്കെ അല്ലേ ഞാൻ ഡയറിയിൽ എഴുതിക്കും. നിങ്ങൾ ഡയറി എടുത്ത് വായിക്കലുണ്ടോ? അല്ല, ഞാൻ ഡയറിയിൽ എഴുതിക്കാണ്ട് മനഃപൂർവ്വം മുന്നേ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞേ ഒരു സർപ്രൈസ് ഇനി ഇപ്പോൾ കൊടുക്കുകയാണ് ഈ അടുത്ത കാലത്തൊന്നും കൊടുത്തേക്കണേ മതി ഇറങ്ങണോട്. നിങ്ങൾ എന്തിനാ എൻ്റെ വണ്ടി മയത്തിട്ടേ? പൊന്നടത്ത് കൊടുത്ത മഴക്കാലാണ്. ഇനി ഉണ്ടല്ലോ, ഇനിയിപ്പോ അതൊന്നും അല്ല ഉണ്ടാവാ. അതൊന്നും എവിടെയും കൊട്ടിപ്പടഞ്ഞാണ് വീകും. മിക്കവാറും തൊള്ള കേട്ടിട്ട് എവിടെയെങ്കിലും മുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇതെന്തൊക്കെ ഇട്ടിട്ടില്ലേ? കമ്പിയൊക്കെ ഇട്ടിട്ടില്ലേ? കമ്പിയൊക്കെ ഉണ്ട് ഇവിടെ കമ്പി ഇടും. എന്നോട് ചോദിച്ചേ അവിടുത്തെ ഇവനെ കമ്പിയൊന്നും ഇട്ടൊരു ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരു റഫ് ലുക്കിൽ എന്താ ഈ കമ്പിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കൊണ്ടുവന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുത്തേത് എനിക്കല്ല. അപ്പോൾ കമ്പി നിർബന്ധമായിട്ട് വെച്ചോ. മിക്കവാറും ഒരു 1.5 മാസത്തിൽ ചിലപ്പോൾ വണ്ടി 2-3 തവണ ഇവിടെ കയറി ഇറങ്ങും. ഇൻഷുറൻസ് എന്തായാലും റെഡി ആക്കിയോ? ഇൻഷുറൻസ് റെഡിയാക്കിയോ? പിന്നെ 5 കൊല്ലം പാർട്സിനൊക്കെ വാറണ്ടി ഉണ്ട്. ഞാൻ ഏതാണ് മനഃപൂർവ്വം കൊണ്ടേ കുത്തി പൊളിച്ചല്ല അല്ലത്. അതൊക്കെ യാദൃശികമായിട്ട് അല്ല, എന്തെങ്കിലും ഇവിടെ ഒന്നും കമ്പി ഇടൂല. എവിടെ കമ്പില്ല. എന്നാ ഇത് ഇറങ്ങി ഇത് കൊടുത്തിട്ട് ഇൻഡസ്ട്രിക്കാരെ കൊണ്ട് വണ്ടി ഉണ്ടാക്കി ഇനി വാക്കാനോ വിളിച്ചാറട്ടെ പാലങ്കരത്ത്. അല്ല ഇൻഡസ്ട്രി നമുക്ക് ഉണ്ടാക്കാം. ഒരു കമ്പി ഒരു മോട്ടർ വെച്ച് ഇങ്ങനെ പോയാൽ പോരെ. അതാണ് ലോറിനൊക്കെ അങ്ങോട്ട് മേടിച്ചാ ഒന്നും പറ്റൂല. ഇത് ഇനി എനിക്കൊരു സത്യം ചെയ്തത്, എന്റെ വണ്ടി നിങ്ങൾ എടുക്കൂല. ഇത് ഞാൻ മാത്രം ഓട്ടുള്ളൂ. ഇത് സത്യോ 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 പോരെ. ആ മതി. സർ പുതിയ വണ്ടി കണ്ടോ? പിന്നെ ആരെ കുറിച്ചേ പോട്ടെ പോട്ടെ പോട്ടെ. ആ ചെടിച്ചട്ട കടക്കണേ. ഓ ആരാണ് ആ വെച്ചാരോ ഇതോ ഒന്നും പറയല. മുസല്ലേ ഇവിടെ തന്നെ. അപ്പൊ അളിയാക്കി മുർഷി റൈഡ് പോവാണ്. പോയിക്കോളി. എന്താ ഒന്ന് ഓടി ആവാല്ലോണ്ടേ ആ ഫസ്റ്റ് എടുക്കൽ മുറിച്ച് ഒന്ന് സ്ലോ അല്ലേ, ഒന്ന് ഓടി ഇതാവാണ്ട്. എന്റെ ഗൂഗിൾ പേ ശരിയാക്കിക്കണല്ലോ. 5000 ഉണ്ട് വാങ്ങിക്കോളി. എന്താപ്പാ ആ അത് മുസലിയിൽ എത്തിയാൽ ശരിയാവും ഗൂഗിൾ പേ. അങ്ങനത്തെ സിസ്റ്റമാണ്. വീട് പിടിക്കണോ? അത് ബസ്സപ്പ് പറഞ്ഞേ ആണോ? ദീർഘവീക്ഷണത്തിൽ കണ്ടെത്തി അല്ല നമ്മളെ കാഴ്ച പറഞ്ഞില്ലേ 3 സുഖമായിട്ടിരിക്കാം. എന്നാലേ ബാങ്ക് ഇപ്പൊ കൊടുക്കും. എന്നാ നിസ്കരിച്ചിട്ട് വിടുന്നാട് ഇറങ്ങാം. മുസല്ല ഉണ്ടാവില്ല. ഫുള്ള് വൃത്തിയാക്കിയതാണ് ഇന്നലെ. ആ എടുക്കാൻ കിട്ടലുണ്ടോ അറിയില്ല.